ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. ബിസി മാത്രമല്ല, നല്ല മടിയുണ്ടായിരുന്നു. നല്ല മടി എന്ന് പറഞ്ഞാൽ ചെറിയ മടിയൊന്നുമല്ല. വീഡിയോസ് എടുക്കലെന്ന് പറയുന്നത് ചെറിയ ടാസ്ക് ഒന്നല്ല എന്ന് ഇപ്പം എനിക്ക് നല്ലോണം മനസ്സിലായി. കുറച്ച് വീഡിയോസ് എടുത്താൽ തന്നെ അത് എഡിറ്റ് ചെയ്യലൊക്കെ ഭയങ്കര മടിയാണ്. ഞങ്ങളുടെ ഒരു ഡ്രസ്സിൻ്റെ ഓൺലൈൻ ഷോപ്പുണ്ട്. ഇൻസ്റ്റഗ്രാം പേജ് ബ്ലറി ബ്ലർ എന്നാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. നല്ല മോഡസ്റ്റ് വെയറും വെസ്റ്റേൺ വെയേഴ്സൊക്കെയാണ് അതിലുള്ളത്. നല്ല അടിപൊളി കളക്ഷനാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. അതിനു വേണ്ടി ഞങ്ങൾ പോക്കാണ്. ഇന്ന് പയ്യാമ്പലം ബീച്ചിൽ വെച്ചാണ് ഫോട്ടോഷൂട്ട്. അപ്പോൾ ഫ്രണ്ട് വരുന്നുണ്ട്, സജല വരുന്നുണ്ട്. സജലാനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ പോസ്റ്റായിട്ട് ഇരിക്കുന്ന ടൈം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീഡിയോ ആക്കിയിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഇത് എത്രത്തോളം എടുക്കാൻ പറ്റൂ എന്നൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം ഞാൻ എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ പേജ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല അടിപൊളി മോഡസ്റ്റ് വെയറും വെസ്റ്റേൺ വെയേഴ്സും എല്ലാം നല്ല നല്ല ട്രെൻഡി കളക്ഷൻ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുതിയ ഒരുപാട് കളക്ഷൻസ് അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യണം. ഞാനിതിവിടെ ബേസ്മെൻറ്റിൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് എനിക്ക് വോയിസ് ഓവർ ഇല്ലാതെ നോർമൽ വോയിസിൽ കൊടുക്കാൻ പറ്റില്ല, ഭയങ്കര എക്കോ അടിക്കുന്നു. ഇതിൻ്റെ തൊട്ട് മേലെയാണ് പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ അതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇത് അവൾ വന്നിട്ടുണ്ട്. അവളിത് നല്ല അടിപൊളി സുന്ദരിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ബാക്ക് സീറ്റിൽ ഒരാൾ കൂടെ ഉണ്ട്, കണ്ടോ? നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ ലിസി മോളാണ്. അപ്പോൾ അവളുടെ ബാത്തിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവളെ കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. അങ്ങനെ ഇതാ ഞങ്ങൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവളൊന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഹെവി ആയിട്ട് കഴിക്കാനുള്ള ടൈമില്ല, ലൈറ്റ് പോകും. പിന്നെ നമ്മളുടെ റീസാൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, യൂട്യൂബ് വ്യൂവേഴ്സിനോട് നമ്മൾ സ്പെഷ്യലി ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഒരു ഓൺലൈൻ ഓഫ്ലൈനുമായിട്ട് നമ്മളുടെ ബ്ലറി ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്. അപ്പം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സൊക്കെ ബ്ലറി ബ്ലറിൻ്റെ നമ്മൾ ഓൺ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ബ്ലറി ബ്ലറിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്തിട്ട് നമ്മളുടെ ന്യൂ അപ്ഡേഷനും നമ്മുടെ കളക്ഷൻസൊക്കെ ഒന്ന് നോക്കാം. ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും. കാരണം ഭയങ്കര സൈസൊക്കെ ആയിട്ടുള്ള കുറച്ച് സൈസായിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് കിട്ടുന്നില്ല എന്നല്ല. അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി നമ്മൾ കുറേ കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും പേജ് എന്തായാലും നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്തായാലും പേജ്. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, നമ്മളുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം അല്ലേ. അങ്ങനെ ഇതാ ഞങ്ങൾ സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പാഴ്സൽ എന്തെങ്കിലും വാങ്ങിയിട്ട് കാറിൽ നിന്ന് കഴിക്കാനാണ് പ്ലാന്. കാരണം ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഷൂട്ടൊന്നും നടക്കൂല. എത്രയാ? ഗൂഗിൾ പേ സ്കാനർ വരോ? സ്കാനർ ഉണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഉറങ്ങി എണീക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ഉറങ്ങി എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രഞ്ച് ആയിരുന്നു ഇന്ന്. അടിപൊളി. അത് എപ്പോ ഉള്ളതാ? അതെ. അപ്പം എനിക്കിപ്പം വിശക്കാൻ തുടങ്ങി. ഇപ്പം നമ്മളിവിടെ 4:48 4:50 വിശക്കാൻ തുടങ്ങിയപ്പോൾ റീസാന്റെ വീട്ടിന്റെ എൻട്രൻസിൽ അവർ കയറുന്നൊരു ചെറിയൊരു വണ്ടിപ്പിടി ഉണ്ട്, അവിടെ നിർത്തിയതാണ്. അവിടെ ആകുമ്പോൾ നല്ല അടിപൊളി കടി കിട്ടി. കടി എന്നൊക്കെ പറഞ്ഞാല് വടയൊക്കെ ചെറിയ വട, സൈസ് ഇതാ കുഞ്ഞി വട, നല്ല ക്രിസ്പി ആയിരിക്കും. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മള് 2 കല്ലുമ്മ കൈ വെക്ക് വേണമെന്നുണ്ട്. 2 കല്ലുമ്മ കൈ, 2 മസാല ഉണ്ടാ, ചെറിയ 2 പരിപ്പ് വേണം. 60 രൂപയായിരുന്നു. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടുന്ന് സിറ്റി ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ തന്നെ ഒരുപാട് ടൈം എടുത്തു. കണ്ടില്ലേ ബ്ലോക്ക്? സ്കൂൾ വിട്ട ആ ഒരു ടൈം ആയതുകൊണ്ട് നല്ല റഷായിരുന്നു. ഫോട്ടോഗ്രാഫർ ഓൾറെഡി അവിടെ എത്തിയിട്ട് ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ കൊളാകോ എന്നൊന്നും അറിയില്ല. എടുക്കാൻ പറ്റുന്നിടത്തോളം ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇവൾക്കൊരു സോങ്ങിൻ്റെ ഷൂട്ട് കൂടിയുണ്ട്. എല്ലാം കൂടി നടക്കുമോ എന്നൊന്നും അറിയില്ല. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്, ലൈറ്റും പോകും, എല്ലാം നോക്കണം. ഞങ്ങൾ കൂടുതലായിട്ടും ഏതെങ്കിലും റിസോർട്ടോ അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള എവിടെയെങ്കിലും വെച്ചാണ് ഷൂട്ട് ചെയ്യൽ. കാരണം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യലൊക്കെ വൻ ടാസ്ക്കാണ്. അപ്പോൾ ബീച്ചിലൊക്കെ വന്നിട്ട് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൂടുതൽ ഞങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിലോ അങ്ങനെയൊക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്യൽ. ഇന്ന് പിന്നെ ഇവിടെ ഒരു സോങ് ഷൂട്ട് ഉള്ളതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് കൂടി ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്.
നോക്കാം എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നോർമൽ വീഡിയോയിൽ എത്ര കളർ ഉണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ കുട്ടിയല്ല ഇത്. എന്താണെന്നറിയില്ല, ഇന്ന് എൻ്റെ ക്യാമറയിൽ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ എന്താ സെറ്റിങ്സിൽ മാറിയത് എന്നൊന്നും അറിയില്ല. അപ്പം എല്ലാവരും ക്ഷമിക്കുക, ഓവർ ലൈറ്റായിട്ട് അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ബാക്കിൽ നമ്മുടെ ലിസിമോൾ അടിപൊളിയായിട്ട് അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുന്നുണ്ട്, നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങളിത് ബീച്ചിലെത്തി. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. അവർ കുറേ ടൈമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾക്ക് എടുക്കേണ്ട സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇത് അവർ കാണിച്ചു തന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. എൻട്രൻസിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ഞങ്ങളുടെ ഷൂട്ട്. ഇവിടെ ആകുമ്പം അധികം റഷും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ആരും ഇല്ല, നല്ല കാമൻ ക്വൈറ്റായിട്ട് നിൽക്കുവാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഷൂട്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും. ഫസ്റ്റ് ഇവളുടെ സോങ് ഷൂട്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഷൂട്ട് നടക്കുന്നത്. നല്ല മഴക്കാറുണ്ട്, കണ്ടില്ലേ? ഈ ഒരു വ്യൂ നോക്കിയാട്ടെ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, തിരിച്ച് പോവാണ്. അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നിന്നാൽ ചിലപ്പോൾ മഴ ഞങ്ങൾക്ക് പണി തരും. ലൈറ്റൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്തെങ്കിലും കഴിക്കണം. നേരത്തെ ബിസി ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. ഇപ്പോൾ നല്ല വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. നല്ല അടിപൊളി വ്യൂ ആണിത്. എനിക്ക് ആക്ച്വലി ഇത് ക്യാമറയിൽ അത്രയും അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയില്ല, ഡയറക്റ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ സ്ലോ ആക്കിയിട്ട് അതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് അൽത്താസയിലേക്കാണ്. ഞങ്ങൾ വേറെ ഒരു ഓപ്ഷനും നോക്കിയില്ല, കാരണം ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. ഇത് വരുന്നത് SM പാർക്കിനടുത്താണ്. അങ്ങനെ ഇത് മെനു ഒക്കെ നോക്കി ഞങ്ങൾക്ക് വേണ്ടുന്നൊക്കെ ഓർഡർ ചെയ്തു. നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് ഓർഡറൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ ഷവർമ്മ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഏതാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം അത്രയും വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല അതിലുള്ള ഫില്ലിങ്സൊക്കെ വേറെ ലെവലാണ്, നമുക്ക് കഴിച്ചാൽ മതിയാകില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം വന്നതിന് പിന്നെയും നമ്മൾ വന്നു പോകും, അത്രയും അടിപൊളി ടേസ്റ്റ് ഇവിടുത്തെ. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അങ്ങനെ ഇതാ ഞങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഹെവി ആയിപ്പോയി കഴിച്ച് കഴിയുമ്പോഴേക്കും. അത്യാവശ്യം വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും എവിടെയും പോക്ക് നടക്കില്ല. നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ കാറിൽ കയറി വീട്ടിലേക്ക് പോക്കാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം ലേറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഫ്ലാറ്റിലേക്ക് കയറിയിട്ടില്ല. അവൾ എന്നെ ഇവിടെ ഇറക്കി അവൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഞങ്ങളുടെ ആ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. ഒരുപാട് മോഡസ്റ്റ് വീഡിയോസൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൽ DM ചെയ്താൽ മതി. ബ്ലറി ബ്ലർ എന്നാണ് ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുഴുവനായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു.